محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു നയിക്കുന്ന ഏകനായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ വ്യക്തിപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കുവാൻ, യഥാവിധി മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാം ഒരു ജാതി പേരല്ല. ദീനുൽ ഇസ്ലാം കേവലം ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു സമുദായത്തിന്റെ പേരുമല്ല. കാലം കുറെ കടന്നു ചെന്നപ്പോൾ ജനം പെറ്റുപെരുകിയിട്ട് ഒരു ആൾക്കൂട്ടമായി മാറിയതിന്റെ പേരുമല്ല ഇസ്ലാം എന്നത്. ഇസ്ലാം എന്നത് ദൈവികമായ ഒരു ജീവിതക്രമമാണ്. ഇസ്ലാം എന്നത് ദൈവികമായ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ പേരാണ്. നാം പലപ്പോഴായി കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇത്. അല്ലാഹുവിന്റെ ദീൻ ചരിത്രത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. പരീക്ഷണത്തിന്റെ കനൽ പഥങ്ങളിലൂടെ ഈ ദീൻ കടന്നുപോയിട്ടുണ്ട്. വളരെ ഇടുങ്ങിയ, അങ്ങേയറ്റം കുടുസായ, വളരെ നിർണായകമായ, ഇനി മുന്നോട്ട് പോക്ക് അസാധ്യമാണോ എന്ന് തോന്നിപ്പോകുന്ന ചില പ്രതിസന്ധികളെയും ദീനുൽ ഇസ്ലാം പിന്നിട്ടിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുവാൻ തീരുമാനിച്ചെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയമില്ല. അത് വിജയിക്കാനുള്ളത് തന്നെയാണ്. അത് വിജയിക്കുക തന്നെ ചെയ്യും. എന്നാൽ ചരിത്രത്തിൽ
വരെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ വിജയം കേവലം ഒരു സമ്മാനമായിട്ട് ആരുടെ കയ്യിലും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഒരു സമൂഹം അത് ഏറ്റെടുത്ത് അതോടൊപ്പം സഞ്ചരിക്കുവാൻ സന്നദ്ധമാകുന്നത് വരെ ഉറപ്പാണ്. ഷഹീദ് സയ്യിദ് ഖുത്ബ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് അത് ഒരു സമൂഹത്തിന്റെ ജീവിതമായി പരിവർത്തിതമാകുമ്പോഴാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ചരിത്രത്തിൽ എന്നും സംഭവിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. അവതരിക്കുന്ന ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് ഓതിക്കൊടുക്കുന്നു. അത് നെഞ്ചേറ്റു വാങ്ങിയിട്ട് സ്വന്തം ജീവിതത്തെ ജീവിക്കുന്ന ഖുർആനായി പരിവർത്തിപ്പിക്കുവാൻ ഒരു സമൂഹം സന്നദ്ധമാകുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതകരമാണ് ആ പ്രതിഭാസം. അവതരിച്ച ഖുർആനിനനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുന്ന ഒരു സമൂഹം, അവരതോടൊപ്പം സഞ്ചരിക്കുകയാണ്. നിരന്തരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് പ്രവാചക കാലഘട്ടത്തിലെ ആദ്യ തലമുറയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അവർ ഖുർആനിനോടൊപ്പം സഞ്ചരിച്ചപ്പോൾ ഖുർആൻ അവരുടേതായി മാറി. ഖുർആനിന് അവരുടെ ജീവിതം വ്യാഖ്യാനങ്ങൾ രചിച്ചു എന്നതാണ്. അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യമായ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു സമൂഹം ഖുർആനിനെ നെഞ്ചേറ്റി ഇസ്ലാമിനെ തങ്ങളുടെ ജീവിതചര്യയായിട്ട് ഏറ്റുവാങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല. സാധാരണഗതി അങ്ങനെയൊക്കെയാണല്ലോ. കാര്യകാരണ ബന്ധങ്ങൾ, നിമിത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യത്തോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് പ്രകൃതി നിയമമാണ്. എന്നാൽ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സമൂഹം സമർപ്പിതമാകുമ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമായ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. അങ്ങനെയാണ് കത്തിക്കൊണ്ടിരിക്കുന്ന സകലതിനെയും കരിച്ചു കളയുന്ന അഗ്നി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ബർദും സലാമുമായിട്ട് മാറിയത്. ശീതളവും സുരക്ഷിതവുമായി മാറിയല്ലോ. കുനി ബർദം വ സലാമൻ അലാ ഇബ്രാഹിം. അങ്ങനെയാണ് സംഭവിച്ചത്. പ്രകൃതിക്ക് വിരുദ്ധമായ ചിലത് സംഭവിക്കുകയാണ് അവിടെ. മൂസ അലൈഹിസ്സലാമിന്റെ വടി ഒരിക്കൽ പാറമേൽ അടിച്ചപ്പോ അതിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകി 12 അരുവികൾ. അതേ വടികൊണ്ട് മറ്റൊരിക്കൽ ചെങ്കടലിൽ അടിച്ചപ്പോഴും ആ ചെങ്കടൽ പാറ കണക്കെ വഴിമാറി നിന്നു. വെള്ളം പാറക്കെട്ട് പോലെ ഭദ്രമായ കോട്ട തീർത്തു കൊടുത്തു. ഉണങ്ങിയ ആറിയ വഴികൾ വിശ്വാസികൾക്ക് മറുകര പറ്റാൻ വേണ്ടിയിട്ട് ആ വഴി നിമിത്തം രൂപപ്പെടുകയുണ്ടായി. അത് മനുഷ്യബുദ്ധിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള ചില പ്രതിഭാസങ്ങളാണ് എന്ന് നമുക്ക് കാണാം. അല്ലാഹുവിന്റെ ദീനുമായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യ സമൂഹത്തിൽ നിന്ന് പല അവഗണനകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ ഭൂമി നമ്മെ അവഗണിക്കുമ്പോൾ ആകാശം നമ്മെ ഏറ്റുവാങ്ങും. ഇത് ചരിത്രമാണ്. ആകാശം നമ്മെ ഏറ്റുവാങ്ങുന്ന സന്ദർഭമുണ്ടാകും. മനുഷ്യൻ വിശ്വാസിയെ ആട്ടി അകറ്റുമ്പോൾ മലക്കുകൾ അവരെ വന്ന് വാരി ഉണരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ അത്തരം അനുഭൂതികൾ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നാം ഇസ്ലാമിനോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിനെ നെഞ്ചേറ്റിയിട്ട് വിപ്ലവകരമായ ലക്ഷ്യങ്ങളുമായി മഹത്തരമായ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. തീർച്ചയായും നമുക്കിടയിലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലാഹു തആല വഴി വെട്ടിത്തെളിക്കുന്നത്, കൂറ്റൻ കരിമ്പാറകൾ വഴിമാറി നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ചരിത്രം പഠിക്കുമ്പോൾ എന്നോ സംഭവിച്ചു പോയ ഇതിഹാസ കഥകൾ
ആവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുള്ള സാക്ഷികൾ തന്നെയാണ് ചരിത്രം എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇസ്രാ മിഅ്റാജ് സംഭവം നടന്ന മാസത്തിലേക്ക് നാം പ്രവേശിച്ചു. റജബ് മാസം. ഇസ്രാ മിഅ്റാജിലൂടെ കടന്നു പോകുമ്പോഴും തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ചില കർമ്മ മാർഗങ്ങളാണ് അത് എന്ന് നമുക്ക് ബോധ്യമാവും. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ടല്ലോ, അങ്ങനെയൊന്നും വേണ്ടതില്ല, അല്ലാഹു തആല ദീനിനെ അങ്ങ് വിജയിപ്പിച്ചേക്കും, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല എന്ന് കരുതിപ്പോയവർ നമുക്കിടയിലുണ്ട്. നാം ഒന്നും ചെയ്യേണ്ടതില്ല, അല്ലാഹു തആല ദീനിനെ അങ്ങ് വിജയിപ്പിക്കും, ദീനിനെ ഒരു ജീവിതക്രമമാക്കിയിട്ട് മാറ്റും, ദീനിനെ ഒരു ഭരണക്രമമായിട്ട് പരിവർത്തിപ്പിക്കും. അപ്പൊ നാം അതിന്റെ ഭാഗമായാൽ മതിയോ? പോരാ. ഏത് കാര്യവും അധ്വാനത്തിന്റെ ഫലമായി മാത്രമേ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങേയറ്റം പരീക്ഷണം നിറഞ്ഞ കാലഘട്ടമാണ് മക്കീ കാലഘട്ടം. മക്കയിൽ തന്നെ നാളുകൾ പിന്നിട്ട് അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ പരീക്ഷണങ്ങളും കനം തൂങ്ങുകയാണ്. വളരെ ഗുരുതരമായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് കടന്നുപോയി. അബിസീനിയൻ പാലായനം, അതിനെ തുടർന്നുണ്ടാകുന്ന ഓരോ ഘട്ടങ്ങൾ, വിശ്വാസികൾ അനുഭവിച്ച ഗുരുതരമായ മർദ്ദന പീഡനങ്ങളുടെ ദശ, അതിനുശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, വധിച്ചു കളയാൻ വേണ്ടി, ഭൂമിയിൽ നിന്ന് പിഴുതെറിയുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയില്ലേ? അതിനിടയിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നും തുണയായിരുന്ന പ്രിയതമ ഖദീജ ബീവിയുടെ വഫാത്ത്. അതേപോലെ വിശ്വസിച്ചില്ലെങ്കിലും കൂടെ നിന്ന തന്റെ മൂത്താപ്പയായ അബൂ താലിബിന്റെ വിയോഗം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തളർത്തിയ ദുഃഖവർഷം എന്ന് ചരിത്രം പേരിട്ട് വിളിച്ച സന്ദർഭമായിരുന്നു അത്. ഭൂമിയിൽ ഒരിടത്തും തനിക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യം. ഉമ്മയുടെ നാട്ടിലേക്ക് പോയി, ത്വായിഫിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടില്ലേ? ആ ഗുരുതരമായ സാഹചര്യത്തിലാണ് പടച്ചതമ്പുരാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂമി കൈവിട്ടു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ വാനലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇസ്രാ മിഅ്റാജും അതിന്റെ സാക്ഷാത്കാരമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഒരു രാത്രിയില് കഅബയുടെ പരിസരത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എഴുന്നേൽപ്പിച്ച് നെഞ്ചു പിളർത്തി, നെഞ്ചിനകത്ത് അറിവും തത്വജ്ഞാനവും തഖ്വയും നിറച്ചു വെച്ച് തുന്നിച്ചേർത്ത് അവിടെ ബുറാഖ് എന്ന വെളുത്ത നിറമുള്ള ഒരു മൃഗരൂപത്തിലുള്ള വാഹനത്തിലേറിയിട്ട് മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു തആല റസൂലുള്ളാഹിനെ രാപ്രയാണം ചെയ്യിച്ചു. അവിടെ നിന്ന് വാനലോകങ്ങളിലേക്കും. ഇതാണ് ഇസ്രാ മിഅ്റാജ് എന്ന സംഭവത്തിന്റെ ചുരുക്കം എന്ന് നമുക്കറിയാം. അതിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവിടെ 2 റക്അത്ത് നമസ്കരിച്ചു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം 2 പാത്രങ്ങൾ കൊണ്ടുവന്നു. 2 പാനീയങ്ങൾ, ഒന്നിൽ പാല്, മറ്റതിൽ മദ്യം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാല് സ്വീകരിച്ചു. ശുദ്ധപ്രകൃതിയെ ഏറ്റുവാങ്ങി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം രേഖപ്പെടുത്തി. അവിടെ നിന്ന് വാനലോകത്തേക്ക് 7 ആകാശങ്ങളിലേക്ക് കടന്നു ചെന്നു. ഓരോ ആകാശത്തിലും അല്ലാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരുമായിട്ട് സന്ധിക്കുന്നു. 1-ാം ആകാശത്തിൽ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമുമായി സന്ധിച്ചു. 7-ാം ആകാശത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമുമായിട്ട് സന്ധിച്ചു. ബൈത്തുൽ മഅമൂർ എന്ന വാനലോകത്തെ കഅബാലയത്തിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. പിന്നീട് ഉപരിലോകത്ത് സിദ്റത്തുൽ മുൻതഹയിൽ വാനലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഇലന്ത വൃക്ഷത്തിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു കൂട്ടിക്കൊണ്ടുപോയി. സകല അറിവുകളും അവസാനിക്കുന്ന ഇടം എന്നാണ് ആ ഇടത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അവിടെ ആ വൃക്ഷത്തിൽ മിന്നാമിനുങ്ങുകൾ പോലെ ഇലകളിൽ നിറയെ മലക്കുകൾ ചേർന്ന് നിന്ന് അല്ലാഹുവേ
തസ്ബീഹ് ചെയ്യുന്നത്, തഹ്മീദ് ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിൽ കണ്ടു. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കടന്നു ചെന്നു. അല്ലാഹു തആല പാരിതോഷികമായിട്ട് 5 നേരത്തെ നമസ്കാരം നൽകി. മറ്റ് പല അറിവുകളോ ഇനി അങ്ങോട്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളെ അല്ലാഹു തആല നൽകി. ഇതാണ് ഇസ്രാ മിഅ്റാജിന്റെ ചരിത്ര പശ്ചാത്തലമായിട്ട് മനസ്സിലാക്കുന്നത്. ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം, ഏറ്റവും മഹത്തായ പാഠം, നാം അല്ലാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ അല്ലാഹു നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. ആ തഖ്വ പാലിക്കുന്നുവോ അവന്റെ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. യജഅൽ ലഹു മഖ്റജൻ, അല്ലാഹു തആല അവന് വഴി തുറന്നു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്ക് കൂട്ടാത്ത മാർഗങ്ങളിലൂടെ അല്ലാഹു അയാൾക്ക് വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ത്വലാഖിൽ നമുക്ക് നൽകുന്ന മഹത്തായ വാഗ്ദാനങ്ങളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരക്ഷരനായിരുന്ന, സമൂഹത്തിൽ അത്രയൊന്നും പിടിപാടില്ലാത്ത, അത്രയൊന്നും പരിഗണിക്കപ്പെടാത്ത, സമ്പന്നനല്ലാത്ത, അധികാരിയല്ലാത്ത ഒരാളിലൂടെ അല്ലാഹു തആല അവന്റെ ദീനിനെ വിജയിപ്പിച്ചെടുത്ത വിധമാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുവാനുള്ള സന്നദ്ധത അതിനുണ്ടെങ്കിൽ തീർച്ചയായും പടച്ച തമ്പുരാൻ ഇതേ രൂപത്തിൽ ഈ ദീനിനെ ഇന്നത്തെ കാലത്തും വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ പിന്നീട് പുരോഗമിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായാണോ ആ യാത്ര നടത്തിയത്? അതല്ല, അത് സ്വപ്നമായിരുന്നോ? അതൊരു ഭാവനയായിരുന്നോ? എന്നതിനെ കൂടി ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ സജീവമായതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ അതിനൊക്കെ അപ്പുറമാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാന്റെ തീരുമാനങ്ങളും അവന്റെ നിലപാടുകളും അവന്റെ പ്രായോഗിക സമീപനങ്ങളും എത്രമാത്രം വിശുദ്ധമാണ്, അന്യോന്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ വിഷയത്തിലേക്ക് അല്ലാഹു ശ്രദ്ധ ക്ഷണിക്കുന്നത് തന്നെ. സുബ്ഹാൻ, എത്ര പരിശുദ്ധൻ, അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധൻ. മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് 1 മാസത്തെ വഴിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി. ആൾക്കൂട്ടം പരിഹസിച്ചു. പിറ്റേന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന ഇടത്തു നിന്ന് തന്നെ എഴുന്നേറ്റ് വന്നു. ഉണർന്നിട്ട് സമൂഹത്തോട് പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ രാത്രിയില് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. അവിടെ നിന്ന് വാനലോകങ്ങളിലേക്ക്, 7 ആകാശങ്ങളിലേക്കും ഞാൻ കടന്നു ചെന്നു എന്ന് പറഞ്ഞപ്പോ അബൂജഹലും കൂട്ടരും കളിയാക്കി ചിരിച്ചു. മുഹമ്മദിന്റെ ഭ്രാന്ത് മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. കേവലം സ്വപ്നമായിരുന്നെങ്കിൽ ഒരിക്കലും അവർ അങ്ങനെ കളിയാക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിചാരണ നടത്തി. എങ്കിൽ താങ്കൾ വഴിമധ്യേ വല്ല കാഴ്ചയും കണ്ടോ? കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രാ സംഘത്തെ കണ്ടിരുന്നു, കച്ചവട സംഘത്തെ. അവരെപ്പോഴാണ് മക്കയിൽ തിരിച്ചെത്തുക? പറയൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ദിവസം പറഞ്ഞു കൊടുത്തു. പിന്നീട് ആ പറഞ്ഞ ദിവസം തന്നെ ആ സംഘം മക്കയിൽ എത്തിച്ചേരുകയുണ്ടായി. മസ്ജിദുൽ അഖ്സയുടെ രൂപഭാവങ്ങളെ കുറിച്ച് അവർ ചോദിച്ചു. അതിന്റെ തൂണുകളുടെ എണ്ണം, രൂപം ഇതുവരെ റസൂൽ അങ്ങോട്ട് യാത്രയായിട്ടില്ലല്ലോ. കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും അവർ അംഗീകരിക്കാൻ സന്നദ്ധമായില്ല. അതേസമയം കച്ചവട യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവോട് അബൂജഹൽ ഇതേ കാര്യം പറയുന്നുണ്ട്. നീ കേട്ടോ നിന്റെ കൂട്ടുകാരൻ പറയുന്നത്? സിദ്ദീഖുൽ അക്ബർ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. റസൂൽ അങ്ങനെ പറഞ്ഞു. എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു.
കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞ ഇതിനേക്കാളും ഗുരുതരമായ പല കാര്യങ്ങളും വിശ്വസിച്ചവനാണ് ഞാൻ. പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെങ്കിൽ തീർച്ചയായും അത് സത്യമാണ്. അങ്ങനെയാണല്ലോ സത്യപ്പെടുത്തിയവൻ എന്നർത്ഥമുള്ള സിദ്ദീഖ് എന്ന അപരനാമം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തത്. അതിലും നമുക്ക് വലിയ പാഠമുണ്ട്. അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വസിക്കുന്നിടത്ത് യുക്തിക്കും ബുദ്ധിക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഉൾക്കൊള്ളുവാനുള്ള സന്നദ്ധത. ഇത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ് എന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സർവാത്മന അംഗീകരിക്കുവാനുള്ള സന്നദ്ധത സത്യവിശ്വാസി ആർജിച്ചെടുക്കണം എന്ന പാഠവും ഇസ്രാ മിഅ്റാജ് സംഭവം നമുക്ക് നൽകുന്നുണ്ട്. അതിനും അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വർഗ്ഗനരകങ്ങളുടെ കാഴ്ചകൾ, നേർക്കാഴ്ചകൾ നൽകുകയുണ്ടായി. അതും ചരിത്രമാണ്. തിരിച്ചു വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങളിൽ ഇങ്ങനെയും ഉണ്ടല്ലോ: ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും അധികം കരയുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുണ്ടായി. ആ കാഴ്ചകൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ കൃത്യമായി നിയന്ത്രിക്കേണ്ടുന്ന കാഴ്ചകൾ തന്നെയാണ് സ്വർഗ കാഴ്ചകളും നരക കാഴ്ചകളും. ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രതിഫലം പരലോകത്ത് എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ആയത്തുകളിൽ ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. പടച്ചതമ്പുരാൻ പ്രവാചകന്മാർക്ക് നൽകുന്ന ഒരു അവസരമാണത്. കാരണം നേർക്കാഴ്ചകളായിട്ട് ഗൈബായ കാര്യങ്ങൾ കൃത്യമായി സമൂഹ മധ്യത്തിൽ ബോധ്യപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ചില അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കേണ്ടി വരും. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലകൂത്ത് സമാവാതി വൽ അർദ് കാണിച്ചു കൊടുത്തതായിട്ട് ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. വകദാലിക നുഹി ഇബ്രാഹിമ മലകൂത്ത് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യത്തിന്റെ രഹസ്യങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. അതേപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുന്നുണ്ടല്ലോ ഒരു ഘട്ടത്തിൽ: റബ്ബി അരിനി കൈഫ തുഹീൽ മൗത, പടച്ചോനെ നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, ഒന്ന് കാണിച്ചു തന്നാലും. അല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്നു: അവലം തുഅ്മിൻ, അല്ല ഇബ്രാഹിം നീ ഇനിയും വിശ്വസിച്ചില്ലേ? നിന്നെ ഞാൻ ഇമാമാക്കി, ഖലീലാക്കി, നിന്നെ ഞാൻ പ്രവാചകനാക്കി, എന്നിട്ടും? മറുപടി പറയും ഇബ്രാഹിം അലൈഹിസ്സലാം: ലിയത്മഇന്ന ഖൽബി, പടച്ചോനെ എന്റെ മനസ്സ് സ്വസ്ഥമാകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ കാര്യത്തിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാകുവാനാണ്. പ്രവാചകന്മാർ സമൂഹ മധ്യത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അവർക്ക് മുമ്പിൽ ചില ഗൈബുകൾ കാണിച്ചു കൊടുക്കുന്നു. ആ ഗണത്തിൽപ്പെട്ട ഒന്നുകൂടിയാണ് സ്വർഗ നരകങ്ങളുടെ കാഴ്ചകൾ കാണിച്ചു കൊടുത്തു എന്നത്. അതിനും അപ്പുറത്തേക്ക് നാം ഇസ്രാ മിഅ്റാജ് സംഭവത്തെ ഉൾക്കൊള്ളുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് ബോധ്യമാവും. പറഞ്ഞല്ലോ, തികഞ്ഞ പ്രതിസന്ധികളിലൂടെ, പരീക്ഷണ പർവ്വങ്ങളിലൂടെ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും കൊണ്ടുപോയി. എന്നാൽ ഈ ദീൻ വിജയിക്കേണ്ടതുണ്ട്. ഹിജ്റയുടെ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്രാവാക്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? ജാഅൽ ഹഖ്, സത്യം സമാഗതമായി, സത്യം പുലർന്നു. വസഹഖൽ ബാത്തിൽ, അസത്യം തകർന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ, അസത്യം തകരാനുള്ളത് തന്നെ. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ കേവലം ഭൗതികമായ കാഴ്ചപ്പാടില് ഹിജ്റയെ നോക്കിക്കാണുമ്പോൾ ഒരു ഒളിച്ചോട്ടം, ഒരു അഭയാർത്ഥിയെ പോലെ ജന്മനാട് വിട്ടോടുന്ന, പിന്നാലെ തലയെടുക്കാൻ വേണ്ടിയിട്ട് ഊരിപ്പിടിച്ച വാളുമായി പ്രതിയോഗികൾ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ വിളിച്ചു പറയുക? സത്യം ജയിച്ചു, അസത്യം തകർന്നു. അസത്യം
ഇതാണ് അല്ലാഹുവിനുള്ള ഒടുങ്ങാത്ത പ്രതീക്ഷ. അങ്ങേയറ്റത്തെ തവക്കുൽ ഒരു വിശ്വാസിയിൽ സൃഷ്ടിക്കുന്ന രൂപമാറ്റമാണിത്, മാനസികമായ മാറ്റമാണിത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പടച്ചതമ്പുരാൻ ഇതിന് തൊട്ട് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 52ാമത്തെ വയസ്സിൽ ഹിജ്റയ്ക്ക് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാനലോകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് 5 നേരത്തെ നമസ്കാരത്തോടൊപ്പം മറ്റ് ചിലതും കൂടി നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമുക്കിടയിൽ ചർച്ചയാവാത്ത കാര്യമാണത്. എന്താണത്? മദീനയിൽ ജന്മമെടുക്കാൻ പോകുന്ന ഇസ്ലാമിക വ്യവസ്ഥ, ഇസ്ലാമിക രാഷ്ട്രം മക്കയിൽ നിന്ന് പിഴുതെടുക്കപ്പെട്ട് മദീനയിൽ സാക്ഷാത്കരിക്കാൻ പോകുന്ന ആ ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ ആസ്ഥാനമായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന മദീന എന്ന ഇസ്ലാമിക രാഷ്ട്രമുണ്ടല്ലോ, അവിടെ നടപ്പിലാക്കേണ്ടുന്ന കർമ്മ നയ നിലപാടുകൾ, മാർഗദർശക തത്വങ്ങൾ അല്ലാഹു തആല ഈ മിഅ്റാജിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയുണ്ട്. അതുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ചർച്ചകളിൽ പലപ്പോഴും കടന്നു വരാത്തതാണ്. സൂറത്ത് ബനീ ഇസ്രാഈലിൽ അല്ലാഹു തആല വഖദാ റബ്ബുക എന്ന് തുടങ്ങിയിട്ട് 12 കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തേത് ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്ന അടിസ്ഥാന തത്വമാണ്. അല്ലാഹുവിന് മാത്രമേ വഴിപ്പെടാൻ പാടുള്ളൂ, അടിമപ്പെടാൻ പാടുള്ളൂ. രണ്ടാമത്തേത് മാതാപിതാക്കളോട് ഉള്ള ബാധ്യതകളാണ്. എന്ത് സമീപനം സ്വീകരിക്കണം മാതാപിതാക്കളോട്. മൂന്നാമത്തേത് ബന്ധുജനങ്ങളോടുള്ള കടപ്പാടുകളാണ്. നാലാമത്തേത് സാമ്പത്തിക രംഗത്ത് ദുർവ്യയം അരുത് എന്നുള്ള പ്രായോഗിക സമീപനമാണ്. അഞ്ചാമത്തേത് ദാരിദ്ര്യം ഭയന്ന് മക്കളെ വധിച്ചു കളയരുത് എന്നതാണ്. സ്വാർത്ഥതയുടെ കേവല ഭൗതികമായ കണക്കുകൂട്ടലുകളുടെ ഇന്നത്തെ ലോകത്ത് ഏറെ പ്രസക്തമായ ഒരു കാര്യം. 6 സദാചാര ബോധവുമായി ബന്ധപ്പെട്ടതാണ്. വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്നത്. 7ാമത്തേത് സാമൂഹിക സമാധാനം, മനുഷ്യരെ അന്യായമായിട്ട് അറുകൊല ചെയ്യരുത് എന്ന വിഷയമാണ്. 8ാമത്തേത് അനാഥകളോട് ഏറ്റവും നന്നായി വർത്തിക്കണം എന്നതാണ്. 9ാമത്തേത് കരാർ പാലനമാണ്. 10ാമത്തേത് അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കരുത് എന്നതാണ്. 11ാമത്തേത് നീ ഒരിക്കലും നിനക്കറിയാത്ത കാര്യത്തിന്റെ വക്താവാകരുത് എന്നതാണ്. ഊഹങ്ങളുടെ പിൻബലത്തിൽ അഭിപ്രായ രൂപീകരണം നടത്തരുത്. 12ാമത്തേത് ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത് എന്നുള്ളതാണ്. തെറ്റുവീഴാൻ പോകുന്ന മദീന എന്ന രാഷ്ട്രത്തെ മുൻനിർത്തിയിട്ട് അവിടെ നടപ്പിൽ വരുത്തേണ്ടുന്ന വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവുമായ സകല നിയമവിധികളുടെയും കാച്ചിക്കുറുക്കിയ ഒരു തത്വസംഹിതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മിഅ്റാജിനോടനുബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നാം ഇസ്രാ മിഅ്റാജ് അനുസ്മരിക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു തആല ഇത് റസൂലുള്ളാഹിക്ക് മാത്രം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഉത്തരവാദിത്തമല്ല എന്നുകൂടി തിരിച്ചറിയണം. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ 12 ഇന നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും എങ്ങനെ നടപ്പിൽ വരുത്താൻ കഴിയും എന്നതിനെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടവരാണെന്നോ. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഇസ്ലാം എന്നത് ഒരു ജാതി പേരല്ല, കേവലം ഒരു സമുദായത്തിന്റെ പേരല്ല, ഒരു ആൾക്കൂട്ടത്തിന്റെ പേരല്ല. ഇതൊരു ആദർശ പ്രസ്ഥാനമാണ്, കൃത്യമായ നിലപാടുള്ള ഒരു ജീവിത ക്രമമാണ്. എങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക വക്താക്കളായി മാറേണ്ടവരാണ് നമ്മൾ. ഈ കാര്യങ്ങൾ സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയുകയും ഇവ നടപ്പിൽ വരുത്തുന്ന ഒരു മാതൃക സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ പരിശ്രമിക്കേണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ അവന്റെ ദീനിനോടുള്ള ബാധ്യതകൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
عدة الشهور عند الله 12 شهرا في كتاب الله منها 4 حرم. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. കലണ്ടർ മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല, കാലഗണന അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ച അല്ലാഹു തന്നെയാണ് തീർച്ചയായും കാലഗണന നടത്തേണ്ടത് എന്നതിൽ സംശയമില്ല. മനുഷ്യൻ പിന്നീട് അതിനെ ഒരു ചട്ടക്കൂടിലാക്കി എന്ന് മാത്രം. മിൻഹ 4 ഹുറും, അവയിൽ 4 പവിത്രമാകുക എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയണം. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹജ്ജ്, ഈ 4 മാസങ്ങളാണ് പവിത്ര മാസങ്ങൾ. നാം ഇപ്പോ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു പവിത്രമാക്കിയ മാസമാണ്. യുദ്ധം നിഷിദ്ധമായ മാസം എന്നും കൂടി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. 4 മാസങ്ങൾ. പ്രത്യേകിച്ച് അറേബ്യയിൽ അന്ന് നിരന്തരം അക്രമങ്ങൾ നടക്കാറുണ്ടായിരുന്നു. അക്രമ സംസ്കാരത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ കൂടിയായിരുന്നു അത്. ഇന്നും അതേപോലെ പ്രസക്തമാണ് ഈ മാസങ്ങൾ. ഇപ്പോ യമനിൽ ഹൗത്തികൾക്ക് നേരെ അല്ലെങ്കിൽ അവരുമായി ഭരണകൂടം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നു. ഹറമുകളുടെ കസ്റ്റോഡിയനായ സൗദി അറേബ്യ അതിന് നേതൃത്വം വഹിക്കുന്നു. റജബ് മാസം യുദ്ധം നിഷിദ്ധമായ മാസമാണ്. അത് പാലിക്കപ്പെടാതെ പോകുന്നു എന്നത് നാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ലോകത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും അക്രമങ്ങളും അതിനൊക്കെ എതിരെ നിലപാടെടുക്കേണ്ട മാസമായി റജബിനെ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. റജബ് ഉംറയുടെ മാസമായിട്ടാണ് പൊതുവെ ഗണിക്കപ്പെടുന്നത്. മാത്രമല്ല, റജബിലേക്ക് നാം പ്രവേശിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ പ്രതീക്ഷകൾ ഉണരുകയാണ്. റജബ്, ശഅബാൻ, റമദാൻ, നാം റമദാനിലേക്ക് വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നത്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വബല്ലിഗ്നാ റമദാൻ, ഞങ്ങളെ നീ റമദാനിൽ എത്തിക്കണമേ. 2 മാസം അകലെ നിൽക്കുന്ന റമദാനിലേക്ക് ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തരണമേ എന്ന് കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ, ഇതിൽ വരുമാനം പ്രവേശിക്കുവാൻ പഠിച്ചവനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കാറുണ്ട്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കാറുണ്ട്. ഇത് പരീക്ഷക്കാലമാണ്. മക്കൾക്ക് നന്നായി പഠിക്കുവാൻ, പരീക്ഷകൾ വിജയം വരിക്കുവാൻ, ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ നടത്തുവാൻ നീ തൗഫീഖ് നൽകണമേ. മക്കളോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും വാപ്പമാരുമുണ്ട്. വിശുദ്ധ ഖുർആൻ കയ്യിലേന്തി പഠനത്തിലേർപ്പെട്ട ഉമ്മമാരും വാപ്പമാരും ഖുർആൻ പരീക്ഷ നടക്കാൻ പോവാനും അവർക്കും ആ നിലയിൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകണമേ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരെ വാപ്പമാരെ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا